ചന്ദ്രഗ്രഹണത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ മറയ്ക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാനായിട്ട് കുറേ വായ്നോക്കികൾ നിൽപ്പുണ്ട്. നമുക്കൊന്ന് കണ്ടേക്കാം. ഇഷ്ടം പോലെ വായ്നോക്കികളാണ് നിൽക്കുന്നത്. കണ്ടല്ലോ, ഇതെല്ലാം കാണണം. പാതിരാത്രി 12 മണിക്ക് വായി നോക്കി നിൽക്കുന്ന കുറേ കൂതറകളെ കാണാം. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാവരും ഉന്നതങ്ങളിലേക്ക് എന്താണ് നോക്കുന്നത്? ആർക്കും ഒന്നും കാണത്തില്ല എന്നാണ് പറയുന്നത്. നമ്മൾ മുകളിലേക്ക് വീണ്ടും ആകാശങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാ നമുക്കിപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ. ഹലോ സുധീഷ്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് പറയൂ. അതെ സുധീഷ, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ഇടയിൽ കൂടെ സൂര്യേട്ടൻ കയറി വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇറ്റലിയിൽ നിന്ന് വന്ന ഫാദർ ലൂയിസ് പന്തിരുവേലാണ് അത് ക്യാമറ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പുറകിൽ നിന്ന് ബാക്കിൽ നിന്ന് അതിശക്തമായി എൻ്റെ കുട്ടിക്കെട്ട് തൊഴിലൊഴിച്ചുകൊണ്ട് കറക്റ്റായിട്ട് ദൃശ്യങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സൂം ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാ ബാക്കിൽ നിന്ന് ഫ്ലാഷ് പിന്നിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാക്കാണ് എടുക്കുന്നത് സംശയമുണ്ട്. എന്തായാലും അത് സൂര്യഗ്രഹണമല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ അതാ ചന്ദ്രൻ പൂർണ്ണമായിട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടത്. നിതീഷ് ഇപ്പോൾ 3/4 ഭാഗവും അകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ്, സൂര്യൻ്റെ ഇടയ്ക്കോട്ട് കയറിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ചന്ദ്രൻ ഇതാ വീണ്ടും കാണാതെ പോയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് തിരിച്ച കൂതറകളിലേക്ക് വരാം. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പറയൂ സുഹൃത്തുക്കളെ, പറയൂ. ഞാനാണ് കണ്ടുപിടിക്കുന്നത്. ഒരു ഫ്രണ്ടിൽ ഒരു കൂതറയെ കാണുന്നു. അത് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എന്നെ ഈ ഒരു ബനിയൻ മാത്രമോ അതോ ഒരു പിന്നെ കാക്ക തേങ്ങാപ്പൂളും കൊണ്ട് പോകുന്നത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ? പല്ല് ക്യാമറ മറച്ചു പോയി. ഓക്കെ. എൻ്റെ ഒരു ഫോട്ടോ ഞാൻ തരാം, ഫ്രെയിം ചെയ്ത് വെച്ചോട്ടോ. ചില്ലിടരുത്, പൊട്ടിപ്പോവും. അപ്പോൾ ഇതാണ് നിതീഷ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മൾ കാഴ്ചകൾക്കാരായ വളരെയധികം പ്രേക്ഷകരാണ് നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാതിരാത്രിയിലും സമയം ഞാൻ അതിമനോഹരമായിട്ട് ഈ സമയം ഞാനൊന്ന് കാണിക്കുകയാണ്. ക്ലോക്കിൽ സമയം ഇതാ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്. നമ്മൾ ചുമ്മാ പറയുവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. രാത്രി 12:15 സമയം. നോക്കൂ, 12:15. കേട്ടല്ലോ? ഓക്കെ, ഇതേ ഒരുത്തൻ കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ട് അദ്ദേഹം കൂർക്കം വലിക്കുന്നുണ്ട്. ഭൂമിയിലൊന്ന് ചവിട്ടി നോക്കാം. എല്ലാം കേട്ടോ, അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട്, അത് മനസ്സിലായിട്ടുണ്ട്. വീണ്ടും നമ്മൾ പുറത്തേക്ക് ചന്ദ്രഗ്രഹണത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. വീണ്ടും കൂതറകൾ നോക്കി നിൽക്കുകയാണ്. ഇതുവരെ ചന്ദ്രൻ കയറിപ്പോയില്ലേ? ചന്ദ്രൻ ഇതാ വീണ്ടും അതാ 3/4 ഭാഗത്തോളം. ഇപ്പം നമുക്കൊന്നുമില്ല, ഒരു ഇരുട്ട് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ചെറിയൊരു വെട്ടം കാണുന്നുണ്ട്. അത് ചന്ദ്രൻ്റെ ഏതാനും കുറച്ച് ഭാഗങ്ങളാണ്. ചന്ദ്രനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ല. പൂർണ്ണമായ ഗ്രഹണം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. വീണ്ടും നമുക്ക് തിരിച്ച് പ്രേക്ഷകരിലേക്ക് വരാം. അതാ പ്രേക്ഷകർ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ്. മേളിൽ നിന്ന് ക്യാമറയിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമറ അടിച്ചു പോകുന്ന സംശയമുണ്ട്. പൈസ 8,000 രൂപ, 8,700 രൂപ അടിച്ചു പോകുന്ന ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഉന്നതങ്ങളിലേക്ക് നോക്കുന്ന അമ്മച്ചേച്ചിയെ കാണാം. അവിടെ മേരിക്കുട്ടിയും മോശമല്ല, തീരെ മോശമില്ലാത്ത രീതി വളരെ മനോഹരമായിട്ട് തന്നെ എറിഞ്ഞു നോക്കുകയാണ്. ഒരു വള്ളപ്പാട് അകലെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇല്ലിക്കുട്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഏതായാലും ഇവരൊക്കെ ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഭാഗത്തേക്ക് ഞാൻ ക്യാമറ തിരിക്കുന്നില്ല, ഒരു ഇരുട്ട് മാത്രം. ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത് അതായിരിക്കും ഞാൻ എൻ്റെ ദേഹത്തേക്ക് ക്യാമറ തിരിച്ചാൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിക്കുന്നില്ല. ചിരിച്ചുകൊണ്ടേയിരിക്കും. അത് ചന്ദ്രനാണ് പൊക്കോണ്ടിരിക്കുന്നത്. ചന്ദ്രൻ നമ്മളിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹം. നമ്മളിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ ചേട്ടൻ പൊക്കോണ്ടിരിക്കുന്ന ഭാഗമാണിത്. തീർന്ന് ഏകദേശം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വളരെ മനോഹരമായിട്ട് പകർത്തിക്കൊണ്ടുവരുന്ന ക്യാമറാമാൻ ഹാരിസിനോടൊപ്പം ഫാദർ ലൂയിസ് പന്തിരുവേലി. ചന്ദ്രനെ ഏതാ വളരെ മനോഹരമായിട്ട് ആശീർവദിച്ച് പറഞ്ഞയക്കുകയാണ്. ഗുഡ് നൈറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഈ കറുപ്പ് വന്ന് കുറച്ചു നേരം കഴിയുമ്പോഴത്തോളം മൂടും. അതുവരെ കേട്ടോ, അതുവരെ ഒരു കാര്യമുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ കഴിച്ചു അത് നമ്മൾ നോക്കൂ. അതാ കംപ്ലീറ്റ് ഒരു ഇരുട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതായത് ചന്ദ്രൻ ഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കാരണം സമയമില്ല ഇനി ചന്ദ്രഗ്രഹണം കണ്ടുകൊണ്ടിരിക്കാൻ. ബാക്കി ആകാശം മിച്ചമുള്ളത് കാണിച്ചതാണ് കേട്ടോ. സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. അപ്പോൾ ശരി, ഓക്കെ.